നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടനവധി പോസിറ്റീവ് സൈഡ്സ് സോഷ്യൽ മീഡിയയ്ക്ക് നിലനിൽക്കുന്നു. പക്ഷെ നമ്മൾ കഴിഞ്ഞ 1-2 മാസം കാലമായിട്ട് വരുന്ന ഒരു വലിയ ഇഷ്യൂ, പണ്ട് തുടങ്ങിയ പലരും പറഞ്ഞിരുന്നതും പ്രതിപാദിച്ചിരുന്ന ഒന്നാണ് ഡാറ്റ ലീക്കേജ് എന്നുള്ളത്. നമ്മൾ എന്ത് കാണണം, നമ്മൾ എന്ത് ചിന്തിക്കണം, നമ്മൾ ഏത് ദിശയിൽ സഞ്ചരിക്കണം എന്നുള്ളത് നമ്മളുടെ പ്രിഫറൻസസ് വെച്ചിട്ട് അവിടെ നിൽക്കുന്ന ഏതോ ഒരു സൂപ്പർ പവർ കമ്പ്യൂട്ടറിലൂടെ തീരുമാനിക്കുകയാണ്. നമ്മൾ ഏത് നാട്ടിലേക്ക് വേണം യാത്ര ചെയ്യാൻ, ഏത് തരത്തിലുള്ള ഭക്ഷണം വേണം കഴിക്കാൻ. ഒരു പുഷ് മെക്കാനിസം പുറത്തുനിന്ന് വരികയാണ്. ദ വെരി പർപ്പസ് അല്ലെങ്കിൽ ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഡാറ്റ ലീക്കേജ് അല്ലെങ്കിൽ ഡാറ്റ ഇഷ്യൂസിനെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ സാധിക്കുക? നമ്മളെ കൊണ്ട് ഒരു ചെറിയ സമൂഹം എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ചെറിയ സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്തൊക്കെയാണ് അതിൽ ചെയ്യാൻ സാധിക്കുന്നത്? നമുക്ക് കഴിയുന്നത്ര നമ്മളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇതിനകത്ത് കയറ്റാതിരിക്കാൻ നോക്കുക. നമ്മളുടെ ഡീറ്റെയിൽസിൽ നിന്നാണല്ലോ അവർ അസ്യൂം ചെയ്യുന്നത്. ഞാൻ ഇന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ യാത്ര ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന വേഷം സാരിയാണോ അല്ലെങ്കിൽ ചുരിദാറാണോ. നമ്മൾ ഓൺലൈനായിട്ട് പല സാധനങ്ങളും വാങ്ങിക്കും. അതൊക്കെ അസസ്മെൻ്റ് ആയിട്ടാണ് പോകുന്നത്. നമ്മളെന്നുള്ള വ്യക്തിയെ അസസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം കൂടുതൽ അതിൻ്റെ ട്രാപ്പിങ്സിനകത്ത് വീഴാതിരിക്കുക എന്നുള്ളതായിരിക്കും. നമ്മളിപ്പം നമ്മുടെ ഉള്ള കാര്യങ്ങളല്ല പറയുന്നത്, ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മളെ കുടുംബത്തെ കുറിച്ച്, നമ്മുടെ സോഷ്യൽ ആക്സെപ്റ്റിനെ കുറിച്ച് നമ്മൾ ഇല്ലാത്ത കഥകളാണ് പലപ്പോഴും. ഈ അടുത്ത സമയത്ത് നടന്ന മറ്റൊരു സംഭവം, ഒരു സ്ത്രീ ഇതുപോലെ ചാറ്റ് ചെയ്ത് അയാളോട്ട് ഭയങ്കര സൗഹൃദത്തിലായി. വിവാഹം, അവർ രണ്ടുപേരും അവിവാഹിതരാണ്. വിവാഹത്തിന്റെ ഘട്ടത്തിൽ വരെ എത്തിക്കഴിഞ്ഞു. ഏകദേശം തീരുമാനിച്ചു കഴിഞ്ഞിട്ടാണ് ഇവർ തമ്മിൽ കാണുന്നത്. തമ്മിൽ കാണുമ്പോൾ ഇയാളാണെങ്കിൽ മുടിയൊന്നുമില്ല, കഷണ്ടി, അവരുടെ ഈ പെൺകുട്ടിയുടെ സങ്കല്പത്തിലേ ഉള്ള മനുഷ്യനല്ല. പക്ഷെ ഒരിക്കൽ പോലും അയാളുടെ ഒറിജിനൽ പിക്ചർ ഈ പ്രൊഫൈലിൽ ഇട്ടിരുന്നില്ല, ഇവർക്ക് കൊടുത്തിരുന്നതുമില്ല. അയാൾ പറഞ്ഞ് അതൊരു സർപ്രൈസ്, കാരണം നീ എന്നെയാണോ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവളെ ഇങ്ങനെ പ്രചോദിപ്പിച്ച് ഇവളെ കൊണ്ടുപോകുമായിരുന്നു. അവസാനം ഇയാളെ കണ്ടത് ഇവള് ഫ്ലാറ്റായിപ്പോയി. അവസാനം ഏകദേശം കല്യാണം എല്ലാം ഉറപ്പിച്ച് നാട്ടിൽ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരണം. അങ്ങനെയാണ് വനിതാ കമ്മീഷന്റെ അടുത്ത് വരുന്നത്. വനിതാ കമ്മീഷൻ, അതാണ് ഞാൻ പറഞ്ഞത്, ഫേസ് കാണാത്ത ഫേസ്ബുക്കിലൂടെയുള്ള വനിതാ കമ്മീഷന്റെ മുന്നിൽ വന്നിട്ട് ഇതിൽ നിന്നൊന്ന് ഊരണം. നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? അവസാനം ഞങ്ങൾ അയാളെ വിളിച്ച് പറഞ്ഞു, ശരിയാ, നിങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്ത് സൗഹൃദമൊക്കെയാണ് എന്ന് വിചാരിച്ച് അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിനൊന്നും അവളെ നിർബന്ധിക്കാൻ പറ്റില്ല. അത് അവളുടെ ചോയ്സാണ്. അവളുടെ ഇന്ത്യ ഭരണഘടന അനുസരിച്ച് അവൾക്ക് കൊടുത്തിട്ടുള്ള റൈറ്റാണ്. അവൾ ആരെ ചൂസ് ചെയ്യണം, ആരെ വിവാഹം കഴിക്കണം, ആരുടെ കൂടെ ജീവിക്കണം. ശരിക്കും നിങ്ങൾ അവളെ ചീറ്റ് ചെയ്യാണ് ചെയ്തത്. അത് പറഞ്ഞാണ് അവൾ പരാതി തന്നത്. അവളെ ചീറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് പറഞ്ഞത്, ഉള്ളതല്ല പറയുന്നത്, ഇല്ലാത്ത കഥകളാണ് മെനഞ്ഞ് ഈ ഫേസ്ബുക്കിലൂടെ അവിടെയൊക്കെയാണ് നമ്മൾ ചതിക്കുഴികളിൽ വീഴുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി. ഈ 4 മുറിയിലിരുന്ന് ചാറ്റ് ചെയ്യുന്നവർ അവസാനം ഇടുന്ന ഈ ഇത്രയും ഭയങ്കര രസമുള്ള കുടുംബം ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. പരസ്പരം അതെ. ഇപ്പം ചില പ്രൊഫൈൽ പിക്ചർ കണ്ട അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മക്കളും മടിയിലിരിക്കുന്ന ചിത്രമായിരിക്കും നമ്മൾ പ്രൊഫൈലിൽ കാണുന്നത്. പക്ഷെ ഈ അച്ഛനും അമ്മയും തമ്മിൽ, അല്ലെങ്കിൽ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ബെഡ്റൂമിൽ ഉറങ്ങിയിട്ട് വർഷങ്ങളായി കാണും. ഇത് എന്നൊക്കെയോ എടുത്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഏത് ചിത്രങ്ങളും നമുക്കിന്ന് ഉണ്ടാക്കാൻ പറ്റും. അല്ല, വീട്ടിലേക്ക് വേണ്ട സാമാനങ്ങൾ വാട്സാപ്പ് വഴിയാണ് ഭർത്താവിന് അയക്കുന്നത്. അതായത് അത്താഴം റെഡിയായി. അത് ഇന്നാളൊന്നും മറ്റൊരു സംഭവമാണ്. ഭർത്താവ് പറഞ്ഞതാണ്, രാത്രി ഭക്ഷണത്തിന് ഞാൻ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭാര്യ മക്കളുണ്ടെങ്കിൽ മക്കളോട് പറഞ്ഞിടും, അച്ഛനെ വിളിക്ക് എന്ന് പറയും. അത് മക്കളില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് കൊടുക്കും, അത്താഴം റെഡിയായി, ഡൈനിങ് ടേബിൾ വരാൻ എന്ന് പറയുന്ന കുടുംബങ്ങളാണ് ഉള്ളത്. അപ്പം ബേസിക് ഞാൻ ഇപ്പോഴും പറയുന്നു, കുടുംബങ്ങളാണ് മാറേണ്ടത്. കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. അതൊരുപക്ഷെ നമ്മൾ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്ത എല്ലാ സ്ത്രീ വിഷയങ്ങളിലും എത്തിപ്പെടുന്ന ഒരു പോയിന്റാണ് ദ ചേഞ്ച് ഷുഡ് ഹാപ്പൻ ഫ്രം ദ ഫാമിലി എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡാറ്റ ലീക്കേജ് ഇഷ്യൂവിൻ്റെ ഒരു വളരെ പേഴ്സണൽ പെർസ്പെക്റ്റീവ് മാഡം നമ്മളോട് ചർച്ച ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ നമ്മൾ കാണുകയുണ്ട്. ഫേസ്ബുക്ക് ഡാറ്റ എടുത്ത് അത് എലക്ഷൻ ഇൻഫർമേഷൻ, മീൻസ് എലക്ഷൻ കാലഘട്ടത്തിൽ ഇൻഫർമേഷനായിട്ട് യൂസ് ചെയ്യുന്നുള്ള അത്തരത്തിലുള്ള ഒരു തരത്തിലേക്ക് ഇതിനെ ചെല്ലുമ്പോഴത്തേക്കും എങ്ങനെയാണ് നമുക്കതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നത്? ഫ്രം എ സോഷ്യൽ പെർസ്പെക്റ്റീവ്, ഫ്രം എ ലാർജർ പിക്ചറിൽ എങ്ങനെയാണ് നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നത്? ഇപ്പോൾ ഇന്ത്യൻ ഡെമോക്രസിയെ തകർക്കാനായിട്ടുള്ളൊരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോധപൂർവമായിട്ടുള്ള ഫേക്കായിട്ടുള്ള ന്യൂസുകൾ, പിന്നെ വ്യാജ വാർത്തകൾ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ബഹുഭൂരിപക്ഷം സ്ത്രീകളും വരുന്ന എല്ലാ ഇൻഫർമേഷൻ വിശ്വസിക്കുകയും ഇത് 10 ദിവസം കുടിച്ചാൽ മെലിയും, ഇത് 10 പ്രാവശ്യം തലയിൽ തേച്ചാൽ മുടി വളരും, ഇത് 15 പേർക്ക് ഫോർവേഡ് ചെയ്തില്ലെങ്കിൽ നാളെ രാവിലെ നിങ്ങൾ ഉറക്കം എണീക്കില്ല, മരിച്ചു പോകും, ഇത്തരത്തിലുള്ള ഒത്തിരി ഫേക്ക് ന്യൂസുകൾ ഒരു വശത്തും, മറ്റൊരു വശത്ത് പൊളിറ്റിക്കലി തന്നെ
ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ ഡിസ്റ്റോർട്ടഡ് ആയിട്ടും ഒക്കെ ഫോർവേഡ് അതെ ചെയ്യപ്പെടുന്ന അതെ അതെ ഇൻസ്റ്റൻസസ് ഉണ്ടാകുന്നു. അതെ ഈ സാധനങ്ങളെല്ലാം ഇതിനകത്തോട്ട് വരുന്നു. ഇതെല്ലാം കണ്ണു അടച്ച് വിശ്വസിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. കേംബ്രിഡ്ജ് അനലിറ്റിക്ക നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് തന്നെ എത്രയോ എണ്ണം ചോർത്തിയെടുത്ത് അത് നമ്മുടെ ബ്രെയിനിലേക്ക് ഇവർ വേറെ ന്യൂസ് അടിച്ച് കയറ്റി ബ്രെയിൻ ടൈമിംഗ് ആണ്. ഈ ഷേക്സ്പിയറിൻ്റെ ഒരു പ്ലേ ഉണ്ട്, ടൈമിംഗ് ഓഫ് ദ ഷ്രൂ. അതുമാതിരി നമ്മുടെ പാവപ്പെട്ട തലച്ചോറിനെ ഇല്ലാതാക്കുന്ന കുറേ പരിപാടികൾ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ. നല്ലതാണ്, പക്ഷേ അത് ഇത് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്നേഹിക്കപ്പെടാൻ ആഗ്രഹമുണ്ട്, സ്നേഹിക്കാനും ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്ന അളവ് കിട്ടുന്നില്ല. അതുകൊണ്ട് പിന്നെ ആ മറഞ്ഞിരിക്കുന്ന ആൾ എന്നെ ഡാർലിംഗ് എന്ന് വിളിച്ചു, ഓമനെ ഐ ലവ് യു എന്ന് പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ മറിഞ്ഞ് അതിൻ്റെ പുറത്തേക്ക് വീഴുന്ന പാവം പിടിച്ച പെൺകുട്ടികൾ. അതൊക്കെയാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. തിരുവനന്തപുരത്ത് പേരൂർക്കട 2 വർഷത്തിന് മുമ്പ് നടന്നൊരു ചെറിയ സംഭവമാണ്. ഒരു പെൺകുട്ടി, 2 ഡോക്ടേഴ്സിൻ്റെ ഒരു കൊച്ച്, 18 വയസ്സായ മകൾ ഇറങ്ങിപ്പോയി കളഞ്ഞു. കാമുകനോടൊപ്പം പോയി. കാമുകൻ പറഞ്ഞു എനിക്ക് 24 വയസ്സായി. ചെന്ന് കാമുകനെ ലൈവ് കണ്ടപ്പം കാമുകന് 64 വയസ്സായി. ഈ ഇല്ലാത്ത നുണകൾ പടച്ചു വിട്ട്, അതായത് വീട്ടിലെ ഡോക്ടേഴ്സാണ്, ചിലപ്പോൾ അവർക്ക് സമയം കിട്ടി കാണില്ല ഫുൾ ടൈം ഇരിക്കാൻ, മകളുടെ അടുത്ത് കുറച്ചുകൂടി ഷെയർ ചെയ്യാൻ, നേരത്തെ പറഞ്ഞ പോലെ സ്നേഹിക്കാനും ലാളിക്കാനും ഓമനിക്കാനും ഒന്നും നമ്മുടെ മുതുകിലേക്ക് നമ്മുടെ മക്കൾ വന്നിരിക്കുമ്പോൾ നമുക്കൊന്ന് ചാഞ്ചാടാനുള്ള സമയമില്ല. അപ്പോൾ എന്ത് ചെയ്യും, കിട്ടുന്നിടത്തേക്ക് പതുക്കെ ഒന്ന് ഡൈവേർട്ട് ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ പ്രശ്നം അവിടെയാണ്. അംഗീകരിക്കപ്പെടുക എന്നുള്ളൊരു എലമെന്റ് ഉണ്ട്. അംഗീകാരം എന്നുള്ളതുകൊണ്ട് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് അംഗീകരിക്കുന്ന ചില നിമിഷങ്ങൾ. എനിക്ക് തോന്നുന്നു നേരത്തെ ചോദ്യത്തിന് കൃത്യമായി പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ഒരു പോസ്റ്റ് ട്രൂത്ത് ഈറയിലാണ് ജീവിക്കുന്നത്. ആത്യന്തികമായ സത്യങ്ങളില്ല എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരാണ്. പലപ്പോഴും ഈ സത്യം എന്ന് പറയുന്നത് മീഡിയേറ്റഡ് ആണ്, മീഡിയ ക്രിയേറ്റഡ് ആണ്, കൺസ്ട്രക്റ്റഡ് ആണ്, ഇമാജിൻഡ് ആണ്, ഒക്കെയാണ്. അപ്പം അങ്ങനെ ഒരു തലമുറയിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ന്യൂസ് പോലും നമ്മൾ പണ്ട് പെർസെപ്ഷൻസ് ആണ്, ഒപ്പീനിയൻസ് മാത്രമാണ്. ന്യൂസ് ഇല്ല, ഇന്ന് ന്യൂസ് ഇല്ല. നമ്മൾ അത് കേരളത്തിൽ തന്നെ നോക്കിയാൽ മതി, ഇനി ന്യൂസ് ഇല്ല, ഒപ്പീനിയൻസ് മാത്രമേ ഉള്ളൂ. ആത്യന്തികമായ സത്യങ്ങളില്ല. പലപ്പോഴും മീഡിയേറ്റഡ് ആയിട്ടുള്ള സത്യങ്ങളാണ് നമ്മൾ കാണുന്നതെന്നും കുട്ടികളെ തൊട്ട് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥയുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കാണുന്ന പലതും ഇപ്പം ഒന്നുമില്ല, ഗൾഫ് വാർ പോലും നമ്മൾ വാർ ഓൺ ടെറർ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് അവിടെ ടെറർ ഇല്ലായിരുന്നു, വേറൊരു തരം ഒരു കൺസ്ട്രക്റ്റഡ് ട്രൂത്ത് ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു മീഡിയേറ്റഡ് ആയിട്ടും കൺസ്ട്രക്റ്റഡ് ആയിട്ടും ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ കുടുംബങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെ നമുക്ക് അത്തരം ഒരു ബോധം വളർത്തി എടുക്കേണ്ടിയിരിക്കുന്നു. ഒരു ബഹുഭൂരിപക്ഷ സ്ത്രീകളല്ല, നമ്മൾ എന്തെങ്കിലും പറയും, ഞാൻ വാട്സപ്പിൽ കണ്ടു, ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു, അവരത് വിശ്വസിക്കുകയാണ്. അതെ, ഞാൻ വാട്സപ്പിൽ കണ്ടു, അത് വാട്സപ്പും ഫേസ്ബുക്കിലും വരുന്നത് മുഴുവൻ സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന നല്ല ശതമാനം സ്ത്രീകളുണ്ട്. അവരതിനകത്ത് അഡിക്റ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇഡ്ലിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത്, വേണ്ടി വോട്ട് ചെയ്യുന്നത്, ഒരു പത്രം വിരോധികളായിട്ടുള്ള അതിനിപ്പോ 2 പത്രം ഒരുമിച്ച് ഒരു ന്യൂസ് തന്നെ 4 ചാനലും 4 ആംഗിളിലാണ് കൊടുക്കുന്നത്, 4 പത്രം. നമ്മളിതെല്ലാം കഴിയുമെങ്കിൽ ഇതെല്ലാം കാണുക, എല്ലാം കൂടെ നമ്മൾ സ്വന്തമായിട്ട് അതിനകത്തൊരു ശരി കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ സ്വന്തമായിട്ട് ശരി കണ്ടെത്തുക. പല പേര് മെനക്കെടുന്നു എന്നുള്ളതാണ്. എത്ര പേര് ഇവിടെയാണ് ഞാൻ പറയുന്നത്, സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ആ പ്രായം തൊട്ട് അവരുടെ ചിന്തകളെ നമ്മൾ കോളനൈസ് ചെയ്യാതെ ഇരിക്കുക, അതിനെ ഒതുക്കി മെരുക്കി നിർത്താതെ അവരെ ചിന്തിപ്പിക്കാൻ പഠിപ്പിക്കുക. അല്ലാതെ ഇവരെ ഒരു കാലത്ത് നമ്മൾ ചിന്തിപ്പിക്കില്ല. പിന്നെ 28 വയസ്സാകുമ്പോൾ നമ്മൾ ഇവരെ കൊണ്ട് ചിന്തിക്കണം എന്ന് പറയുന്നത് അവരുടെ പുറത്തോടുന്ന വലിയ നേരത്തെ ഈ ഓരോ പരസ്യങ്ങൾ വരുന്നു, നിങ്ങൾ ഷെയർ ചെയ്തു എന്ന് പറയുന്നില്ലേ. നമ്മള് എന്റെയൊക്കെ ചെറുപ്പകാലത്ത് അത് പോസ്റ്റ് കാർഡിൽ വന്നിരുന്നു. ഈ കാലഘട്ടം എത്ര പേർക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു മാറ്റം, ഒരു വളർച്ച ടെക്നോളജിയിലൂടെ അഡ്വാൻസ്ഡ് ആയിരുന്നു. പക്ഷെ നമ്മളത് വിശ്വസിച്ചോ, നമ്മളത് അയച്ചോ. അപ്പൊ ഇതിലെ അടിസ്ഥാനം ടെക്നോളജി വളരുകയും മനുഷ്യൻ എന്ന് പറയുന്ന അതൊരു ലോസ്റ്റ് മീനിങ് സിസ്റ്റം ആയിട്ട് മാറുകയും അല്ല, അന്നത് അയക്കണമെങ്കിൽ ഒരു അധ്വാനം അതിന്റെ പുറകെ അറ്റാച്ച്ഡ് നിശ്ചയിച്ചത്. ചോദിച്ചാലേ അയച്ചില്ലെന്ന് പറയാൻ പറ്റില്ല. ആരെങ്കിലും അയച്ചപ്പോഴാണല്ലോ നമുക്കൊക്കെ കിട്ടിയത്. അതെ, നമ്മൾ അയച്ചിട്ടില്ലല്ലോ. അല്ല, നമ്മളല്ല, പക്ഷെ ആ ഒരു അവയർനെസ്സിലേക്ക് 10 പേരെ എടുക്കുമ്പോൾ 10 പേരെ എടുക്കുമ്പോൾ 5 പേരെ അയച്ചത് കൊണ്ടാണല്ലോ ഇത് നമ്മൾ പറഞ്ഞു. അധ്യാപിക എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ വിദ്യാഭ്യാസമാണ് മാറേണ്ടത്. കുടുംബത്തിനുള്ള വലിയ റോളും ഉത്തരവാദിത്വം നമ്മൾ പറയുമ്പോൾ പോലും
ഒരു സിസ്റ്റം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇന്റർവീൻ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ സ്റ്റേജ് എഡ്യൂക്കേഷൻ ആണ്. ഹൗ എഡ്യൂക്കേഷൻ ക്യാൻ ബി എ റോൾ ചേഞ്ചർ വെൻ ഇറ്റ് കംസ് ടു വിമൻ ആൻഡ് ന്യൂ ഏജ് മീഡിയ? അതായത് ജെൻഡർ സെൻസിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ നമ്മൾ ഇനിയെങ്കിലും കൊടുത്തിരിക്കണം. നമ്മൾ ജെൻഡർ ബഡ്ജറ്റിങ്ങിനെ പറ്റി പറയുന്നു, ജെൻഡർ സെൻസിറ്റൈസേഷൻ, ജെൻഡർ എംപവർമെന്റ് ഒക്കെ പറയുന്നു. പക്ഷേ ചെറു ക്ലാസ്സുകളിൽ മുതൽ ഇപ്പം ആൺകുട്ടിയും പെൺകുട്ടിയും അടുത്തിരിക്കേണ്ട എന്ന് പറയുന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മൾ പോകുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. എത്ര ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹെൽത്തി അല്ലാത്ത സൗഹൃദങ്ങളെ പറ്റി പറയുന്നത്. അതാണ് ഇപ്പൊ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പെൺകുട്ടികളോട് പറയും നിന്നെ ഇപ്പൊ ആൺകുട്ടിയുടെ അടുത്തുകൊണ്ടിരിക്കും, പണിഷ്മെന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിൽ കയറിയാൽ നമ്മൾ സ്ത്രീയും പുരുഷനും അടുത്തടുത്തിരുന്ന് യാത്ര ചെയ്യും. നമ്മൾ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും അടുത്തടുത്തിരുന്ന് യാത്ര ചെയ്യും. ഒരു KSRTC ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഇരിക്കുന്നിടത്ത് അല്ലെങ്കിൽ ഒരു പുരുഷൻ ഇരിക്കുന്നിടത്ത് സ്ത്രീ ഇരിക്കില്ല. എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇരിക്കില്ല. ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ്. KSRTC ബസ്സിൽ ഇരിക്കില്ല, പ്രൈവറ്റ് ബസ്സിൽ ഇരിക്കില്ല, ട്രെയിനിലിരിക്കും, ഫ്ലൈറ്റിലിരിക്കും. അപ്പൊ എവിടെയൊക്കെയാണ് മാറേണ്ടത്? നമ്മൾ അതാണ് മൊത്തത്തിൽ നമ്മളുടെ എല്ലാം ആ ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഒരു ചിന്തകളിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. അതിന് ഏറ്റവും പ്രധാനം ഇപ്പൊ ടീച്ചർ പറഞ്ഞതുപോലെ ഈ ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ തന്നെ ഇപ്പൊ DPEP ഒക്കെ വന്ന് നമ്മൾ ഈ ക്ലാസ് മുറികളിൽ നിന്ന് കുട്ടികളെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുക. ഇപ്പം വെക്കേഷൻ വന്നാൽ പോലും കുട്ടികളെ ഉടനെ ട്യൂഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിനിങ്, അതൊക്കെ മാറണം. കുട്ടികൾ ഈ സമൂഹത്തെ അറിയണം, മനുഷ്യരെ അറിയണം. പണ്ട് ഞാൻ ചോദിക്കട്ടെ, പണ്ട് നമ്മളെയൊക്കെ ആ ഒരു ബാല്യകാലത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക. നമ്മൾ രാവിലെ സ്കൂളിൽ നിന്ന് ഇറങ്ങും. ഇപ്പം എൻ്റെ വീടാണ് ഏറ്റവും മുകളിലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. ചിലപ്പം സ്കേർട്ട് ധരിച്ചിട്ട് ബെറ്റിക്കോട്ട് ഇട്ടിട്ട് ഷർട്ട് കൈ പിടിച്ചോണ്ടാണ് വരുന്നത്. അന്ന് പീഡനമൊന്നുമില്ല. അത് കഴിഞ്ഞ് അടുത്ത വീട്ടിലെത്തും, അവിടുത്തെ കുട്ടി ആൺകുട്ടിയോ പെൺകുട്ടിയോ അവനും ഇറങ്ങും. അങ്ങനെ ഒരു 5 കുട്ടികൾ നമ്മൾ അങ്ങോട്ട് പോകും. ആ പോകുന്ന വഴിക്കായിരിക്കും അന്നമ്മച്ചടത്തിൻ്റെ മാവിൽ നിന്ന് ഒരു മഴുത്ത മാങ്ങ വീഴുന്നത്. നമ്മളത് എടുക്കും, ഉടുപ്പിലൊന്ന് തുടയ്ക്കും. ആദ്യം ഒരാൾ കടിക്കും, അടുത്തയാൾ കടിക്കും, അത് തീരുന്നവരെ മുഴുവൻ കടിക്കും. അവിടെ കടിക്കുന്നതിനകത്ത് ജാതിയില്ല, മുസ്ലിമില്ല, ക്രിസ്ത്യാനിയില്ല, ഹിന്ദു ഇല്ല. കൂട്ടുകാർ, കുട്ടികൾ, സുഹൃത്തുക്കൾ, ഇത് മാത്രമേ ഉള്ളൂ. ഇന്ന് ഏറ്റവും വേദന തോന്നിയൊരു സംഭവമുണ്ട്. ഞാനൊരു സ്കൂളിൽ ഒരു സ്കൂളുകളിലൊക്കെ ഞങ്ങളെ വിളിക്കാറുണ്ട്. അപ്പം ഞാൻ ഈ വെറുതെ പോയി സ്റ്റേജിൽ പോയി പ്രസംഗിക്കുന്നതോട് എനിക്ക് താല്പര്യമില്ല. ആദ്യം നമ്മൾ ഈ കുട്ടികളുടെ അടുത്തേക്കൊന്ന് പോയി. ഞാൻ അങ്ങനെ പോയ കുട്ടികളോട് ഞാനിങ്ങനെ സൗഹൃദം ചോദിച്ചിട്ട് ഞാൻ ഒരു കുട്ടിയോട് ചോദിച്ചു മോൻ്റെ പേരെന്താ? അപ്പം ഞാനത് പേര് ഇവിടെ പറയാൻ ആഗ്രഹമില്ല, പേര് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു മോൻ്റെ കൂട്ടുകാരൻ ആരാ, അടുത്തിരിക്കുന്ന കുട്ടി ആരാ? അപ്പോൾ കുട്ടിയുടെ പേരറിയില്ല. അപ്പം എന്നോട് അവൻ്റെ പേരറിയില്ല, പക്ഷെ അവൻ്റെ ജാതി കൃത്യമായിട്ട് ആ കുട്ടി പറഞ്ഞു. അവൻ്റെ ജാതി കൃത്യമായിട്ട് പറയും. നമ്മൾ ആലോചിക്കണം, എവിടെ അപകടകരമായ ചിന്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്തിരിക്കുന്ന കുട്ടിയുടെ ജാതി അവനറിയാം, പക്ഷെ പേരറിയില്ല LKG പഠിക്കുന്ന ഒരു കുട്ടിക്ക്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സൗഹൃദങ്ങൾ. ഒരു മാങ്ങ കിട്ടിയാൽ, ഒരു പേരയ്ക്ക കിട്ടിയാൽ നമ്മൾ ഒരുമിച്ച് കഴിക്കുന്ന, ഒരുമിച്ച് പങ്കുവയ്ക്കുന്ന മനുഷ്യനെ അറിയണം, സമൂഹത്തെ അറിയണം, മനുഷ്യൻ്റെ വികാരങ്ങൾ അറിയണം, മനുഷ്യത്വത്തെ അറിയണം. അത്തരത്തിലേക്ക് നമ്മുടെ കുട്ടികളെ എന്ന് നമ്മൾ തുറന്നു വിടുന്നോ അന്ന് മാത്രമേ നമുക്ക് ഈ അപകടങ്ങളിൽ നിന്ന് ഈ കണികൾ. പണ്ട് നമ്മുടെ കൂടെ വരുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒന്ന് വീണാൽ നമ്മളെല്ലാവരും കൂടി ആ കൂടെ വരുന്ന കുട്ടികളെടുക്ക്. ഇന്നൊരു ആക്സിഡന്റ് പറ്റി കിടന്നാൽ അത് എടുക്കാൻ ആശുപത്രി കൊണ്ട് ആരുമില്ല. കയ്യിലിരിക്കുന്ന മൊബൈൽ എടുത്ത് ആ ബ്ലഡ് ഒഴുകുന്നത് ചിത്രീകരിച്ചിട്ട് ഉടനെ എങ്ങനെയെങ്കിലും ഫേസ്ബുക്കിൽ പറ്റുമെങ്കിൽ ഒരു എന്താ പറയാ ഒരു ലൈവ് കൂടെ എടുക്കും. വേണമെങ്കിൽ ഞാൻ നിന്നിട്ട് ഒരു സെൽഫിയും കൂടെ എടുക്കും ആ ബ്ലഡ് ഒഴുകുന്നതിൻ്റെ അടുത്ത്. എന്നിട്ട് ഞാൻ അത് അപ്ലോഡ് ചെയ്യും. ഇതാണോ വേണ്ടത്? അപ്പം നമ്മുടെ കുട്ടികൾ ഈ പറഞ്ഞ കണക്ക് ഈ ചുട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറയുന്നത് കുട്ടികളെ തുടക്കത്തിൽ തന്നെ അവരെ മനുഷ്യരെ സ്നേഹിക്കാൻ, മനുഷ്യരെ അറിയാൻ, സമൂഹത്തെ അറിയാൻ, ലോകത്തെ അറിയാൻ പഠിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസത്തിന് മാത്രമേ സമൂഹത്തിൽ ആരോഗ്യകരമായ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ അതെ നമ്മൾ പഠിപ്പിക്കണം. അത്തരം മൂല്യങ്ങൾ നമ്മൾ പഠിപ്പിക്കണം. അതാണ് അതില്ലാത്തത് കൊണ്ടാണ് ഇന്നും സ്ത്രീയുടെ ശരീരത്തെ മാത്രം നോക്കിക്കാണുന്നത്. ഒരു സ്ത്രീ കടന്നു പോയി കഴിഞ്ഞാൽ ഒരു നല്ല ഇപ്പൊ ഉദാഹരണം ഞാൻ എന്നെ തന്നെ പറയാം. ഞാൻ കടന്നു പോയി കഴിഞ്ഞാൽ അവർ സമൂഹത്തിലെ വിഷയങ്ങൾ ഇടപെടുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്കും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ചരക്കാണ് എന്ന് പറയുന്ന മനോഭാവം, അവിടെയാണ് മാറ്റം വരുത്തേണ്ടത്. കുടുംബത്തിന് ശേഷം ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രക്ചർഡ് ഇന്റർവെൻഷൻ സാധിക്കുന്നത് ബൈ മീൻസ് ഓഫ് എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ്. മാഡം കുറച്ചുകൂടെ ചെറിയ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. സ്കൂളിൽ എത്തരത്തിലുള്ള ഇന്റർവെൻഷൻ ആണ് അവിടെ സാധ്യമാകുന്നത്? അതിനുശേഷം നമുക്ക് കോളേജ് തലത്തിലേക്ക് എത്താം എന്നുള്ളത്. എനിക്ക് വളരെ സന്തോഷകരമായി ഇവിടെ പറയാനുള്ള ഒരു കാര്യം, കേരളം മാറി വരുന്നു. നമ്മുടെ നിരാശയിലും നഷ്ടബോധത്തിലും ഒക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിനൊക്കെ. പക്ഷെ അതിന് അപ്പുറം മറ്റൊരു ജീവിത രീതി സ്വീകരിക്കാൻ കുട്ടികൾ, അവർ ഉൾപ്പെടുന്ന കുടുംബങ്ങൾ പ്രാപ്തമായി വരുന്നുണ്ട്. അത് കാണാതെ പോകാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലാണെങ്കിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾ ഇടകലർന്നിരിക്കുന്നു, ആർക്കുമേ പരാതിയില്ല. മറ്റൊന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ വിവരങ്ങൾ അപ്പോൾ കൈമാറുന്നത് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ്. ഞങ്ങളുടെ ക്ലാസ് ബേസ് ചെയ്ത് ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ക്രിയാത്മകമായിട്ട്
നേരിട്ടുള്ള കുട്ടികളാവുമ്പോൾ വക്കീലെടുത്തുണ്ട്. അല്ല പേരൻസുമായിട്ടാണ്, കുട്ടികളല്ലല്ലോ, പേരൻസുമായിട്ട് കൈമാറാനുള്ള ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങളിലേക്കും ആരോഗ്യകരമായ എന്താണ് അറിവിൻ്റെ ഉയർച്ചയിലേക്കും ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം ഇപ്പം നടക്കുന്നുണ്ട്. മുഴുവൻ സ്കൂളുകളും ഹൈടെക് ആവുകയാണ്. ഈ ഒരു ടെക്നോളജിയെ ഭയപ്പെടുത്തുന്നതിന് പകരം ഭയപ്പാടോടെ പിന്നെ അങ്ങനെ ഒരു ആശയ രൂപീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് ആശയത്തിൻ്റെ ദൃശ്യവൽക്കരണമാണെന്നും ഇതിനെ നമ്മൾ വളരെ പൊളിറ്റിക്കലായി നേരിടേണ്ടതുണ്ടെന്നും അതിൻ്റെ പരിശീലനം നേരത്തെ പറഞ്ഞ പോലെ വീട്, സ്കൂള്, സമൂഹം, ഈ 3 യൂണിറ്റും കൂടെ യോജിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണെന്നുള്ള മെസ്സേജാണ് ഈ ഒരു എഡ്യൂക്കേഷന്റെ റെലവൻസിനെ കുറിച്ച് ഈ ഒരു പറയുമ്പോൾ പോലും എനിക്ക് ചോദിക്കേണ്ട ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം ബോധവാന്മാരാണ് കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ, ഹൗ ഇറ്റ് ഇൻഫ്ലുവൻസ് ദ യങ്ങർ ജനറേഷൻ. കാരണം ഇത്തരത്തിൽ കുട്ടികളുമായി നിരന്തരം ഇന്ററാക്ട് ചെയ്യുകയും ക്ലാസ് എടുക്കാൻ പോകുകയും വിഷയം എന്നുള്ള നിലയ്ക്ക് അപ്പുറത്ത്, സ്കൂൾ അധ്യാപിക എന്നുള്ള നിലയ്ക്ക് അപ്പുറത്ത് ആസ് എ ട്രെയിനർ കുട്ടികളുമായി ഇന്ററാക്ട് ചെയ്യാൻ പോകാനുള്ള അവസരം ലഭിച്ചതിൽ നിന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ദേ ആർ നോട്ട് അവെയർ എന്താണ് അവർ ചെയ്യുന്ന ഒരു ഫോർവേഡിന്റെ, അവരെടുക്കുന്ന ഒരു സെൽഫിയുടെ, അവർ പറയുന്ന ചില കാര്യങ്ങളുടെ വ്യാപ്തി, അതുണ്ടാക്കാവുന്ന ഇമ്പാക്ട്, റിപ്പർക്കഷൻസ് അവർ തീർത്തും ബോധവാന്മാരല്ല. എങ്ങനെ കുട്ടികളെ അതിൽ സെൻസിറ്റൈസ് ചെയ്യാൻ സാധിക്കും? ഇത് പ്രത്യേകിച്ചും പെൺകുട്ടികൾ അവരുടെ പ്രൈവസി എന്നുള്ള നമ്മൾ പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ, അവരുടെ ചില പ്രൈവറ്റ് ചിത്രങ്ങൾ, ഇത്തരത്തിലുള്ള നിലപാട്. പെൺകുട്ടികളോട് നമ്മൾ ചെറുതിലേ പറഞ്ഞു കൊടുക്കാറ്, നിങ്ങളുടെ ശരീരം ഒരു അപരാധമല്ല, അതൊരു പാവമല്ല, നിങ്ങൾ ബയോളജിക്കൽ പ്രത്യേകതകളുമായിട്ടാണ് നിങ്ങൾ ജനിച്ചത്, സ്ത്രീയാണ്, അതിൽ അഭിമാനിക്കുക. ആ പാഠം ചെറുതിലേ കൊടുക്കും. കാരണം ടോയ്ലറ്റിൽ പോവുക അത്ര ആ സമയത്തൊക്കെ ഇവർ വളരെ ഷൈ ആണ്, തീരെ ചെറിയ കുഞ്ഞുങ്ങൾ. അപ്പോൾ അവരോട് പറയാൻ്റെ ആവശ്യമില്ല. പക്ഷേ ഹൈസ്കൂൾ വരെയുള്ള കുട്ടികൾക്ക് ഈ മൊബൈൽ അനുവദനീയമല്ലല്ലോ. എങ്കിൽ പോലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് രക്ഷിതാക്കളുടെ ഉപയോഗത്താൽ വരുന്നതാണ്. അത് അവർ കാണാതെ കുട്ടികൾ സ്കൂളിലേക്ക് കൊണ്ടുവരും, ഇവർ ഷെയർ ചെയ്തിട്ട് വേറെ ചില പ്രശ്നങ്ങളുണ്ടാകും. അതെ, പാരന്റിങ്ങിന്റെ പ്രശ്നമാണ്. അവർക്ക് കൃത്യമായ ഇടവേളകളിൽ ഒരു അവയർനെസ് നമ്മൾ കൊടുക്കും. സൈബർ സെല്ലിൽ നിന്ന് തന്നെ ആൾക്കാർ വിളിച്ചിട്ട് പാരന്റൽ അവയർനെസ് നമ്മൾ കൊടുക്കാറുണ്ട്. അത് വളരെ അത്രത്തോളം ഹാനികരമായി. പിന്നെ +2 സർക്കാർ സ്കൂളുകളെ പറ്റിയല്ലേ, സർക്കാർ സ്കൂളുകളെ മാത്രമേ ഞാൻ പറയൂ. വലിയൊരു സെക്ഷൻ കഴിയില്ല. ഞാൻ ഇന്ററാക്ട് ചെയ്തിട്ടുള്ളത് മുഴുവൻ വേറെ ടോണിലാണ്. ഞാൻ അതുകൊണ്ടാണ് എനിക്കും ഇതൊരു ഡിസ്കണക്ട്. എവിടെയാണ് ഈ മറ്റു സ്ഥാപനം, അത് മറ്റു സ്ഥാപനങ്ങളിൽ വേനൽക്കാല പറയുന്ന പോലത്തെ വെക്കേഷൻ ക്ലാസ്സുകളിലാണ് ഞാൻ കുട്ടികളുമായി ഇന്ററാക്ട് ചെയ്യുന്നത്. മറ്റൊരു ചർച്ചയിലേക്ക് പല സ്ട്രാറ്റയിൽ നിന്നുള്ള പല സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ അവിടെ എത്തിപ്പെടുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് കുട്ടികൾക്ക് അറിയില്ല എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള. അറിയില്ല എന്ന് വെച്ചാൽ ടെക്നോളജിക്കലി ദേ ആർ വെൽ അവെയർ, വെൽ വേഴ്സ്ഡ്. പക്ഷെ അതിന്റെ സോഷ്യൽ ഇമ്പാക്ട് എന്താണെന്നുള്ളത്, ഹൗ ഇറ്റ് ഈസ് അഫക്ടിങ് ദെയർ തോട്ട് പ്രോസസ് എന്നുള്ളത്, ഒരുപാട് ഒരു മോബ് സൈക്കോളജിയുടെ പുറകെ ഇപ്പോഴും ഇത്തരം ഇറക്കമുള്ള പാവാട വെച്ചിരിക്കുന്ന പ്രിൻസിപ്പൾമാരെ എനിക്കറിയാം. ഈ പാവാടയുടെ ഇറക്കമാണ്. അപ്പൊ ഈ പാവാടയുടെ ഇറക്കം ഇറക്കിച്ചുകൊണ്ടേയിരിക്കുന്ന ഇത്തരം ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആ പെൺകുട്ടിക്ക് വരുന്ന മനോഭാവം എന്തായിരിക്കും? കുറച്ച് കഴിയുമ്പോൾ അവളുടെ ശരീരത്തെ വെറുത്തു തുടങ്ങും, അല്ലെങ്കിൽ അതെന്തോ ഒരു മറച്ചു വെക്കേണ്ട സാധനമാണ്. ആ ഒരു ഘട്ടത്തിൽ മറ്റൊരു അഡ്മയറിനെ കിട്ടുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അല്ല, ഇതിപ്പോ ഒരുപക്ഷെ മാഡത്തിന്റെ ശ്രദ്ധയിൽ കൂടി അവിടെ